സിനിമയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ എടുത്തു പറഞ്ഞേക്കാം. അതിലൊരെണ്ണം പണം തീർന്നു കഴിഞ്ഞ് ക്രെഡിറ്റ് എഴുതി കാണിക്കുമ്പോഴത്തേനും ഒരാളുടെ ക്യാമിയോ ഉണ്ട്. തിയേറ്റർ അത്രയും നേരം 2 മണിക്കൂർ പടം കണ്ടിട്ടും കുലുങ്ങാത്ത സംഭവമാണ്. ആ ഒരൊറ്റ ക്യാമിയോ ശരിക്കും തിയേറ്റർ കുലുങ്ങി. ഞാൻ ആ പുള്ളിയുടെ ഫാൻ ആയതുകൊണ്ടായിരിക്കും എനിക്ക് ശരിക്കും വർക്കായ ഒരു സീനായിരുന്നു അത്. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ഒരു അനൗൺസ്മെൻറ്റും ഉണ്ട്. ആ 2 സീൻസും ഈ പടത്തിൽ സത്യം പറഞ്ഞാൽ 2 മണിക്കൂർ പടം കണ്ടില്ലാത്ത ഏറ്റവും കൂടുതൽ തിയേറ്ററിൽ ഓളം വെച്ചത് ആ 2 സീൻസ് മാത്രമായിരുന്നു. പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പടം എന്താ പറയുന്നത്, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള കുറച്ച് സിനിമകൾ കണ്ട് ഇൻസ്പയർ ആയി അതേപോലെ ഒരു കഥ ഈ കേരളത്തിലോട്ട് എടുത്തുകൊണ്ട് വരാൻ നോക്കിയതാണ്. പ്രത്യേകിച്ച് KGF ആണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തെ ക്യാരക്ടർ ബിൽഡപ്പും ക്യാരക്ടേഴ്സും എല്ലാം തന്നെ അതിൽ നിന്ന് ഇൻസ്പയർ ആയിട്ടുള്ളൊരു സാധനമാണ് ഇതിൻ്റെ അകത്ത് ഡയറക്ടർ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. പക്ഷേ അത്രയ്ക്കങ്ങ് വർക്കായില്ല. കാരണം പ്രൊഡക്ഷൻ ക്വാളിറ്റി എല്ലാ സെറ്റപ്പും ഉണ്ട്, മേക്കിംഗ് സ്റ്റൈലും എല്ലാ സംഭവം കൊള്ളാം. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് പടം കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടേണ്ട ഒരു റഷ് ഉണ്ടല്ലോ. ഇതുപോലത്തെ ഒരു ഇടിപ്പടത്തിൻ്റെ അത് നമുക്ക് എന്താ പറയുന്നത്, ഒരു കിട്ടേണ്ട ഒരു ഒരു ഹൈ മൊമെൻറ്റ്, ഒരു റഷ്, ആ സാധനം ഇതിൻ്റെ അകത്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പടത്തിൻ്റെ അകത്ത് മൊത്തം മിസ്സിങ്. ആക്ടറിന് അയാളുടെ ശരീരം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ഈ സിനിമ കാണുമ്പോഴത്തേന് നിങ്ങൾക്ക് മനസ്സിലാകും. കാരണം ഇതിൻ്റെ അകത്ത് പെപ്പയുടെ ഫിസിക്ക് തന്നെ ഒരു വയ്യാത്തൊരു ഫീലാണ്. പുള്ളിക്ക് അത്യാവശ്യം നല്ല വണ്ണമുണ്ട് ഈ സിനിമയ്ക്കകത്ത്. വയറൊക്കെ സത്യം പറഞ്ഞാൽ അറിയാതെ ഈ മിക്കായലിനകത്ത് നിവിൻപോളി ഫൈറ്റ് ചെയ്യുമ്പോഴും നമുക്ക് തോന്നുന്നൊരു സാധനമില്ലേ, പുള്ളി ഈ വണ്ണം വെച്ച് ഇത് എങ്ങനെ ചെയ്തു എന്നുള്ളതല്ല. ആ സെയിം സാധനം തന്നെയാണ് ഇതിൻ്റെ അകത്ത് പെപ്പയ്ക്കും വന്നിരിക്കുന്നത്. കാരണം പുള്ളിയുടെ ഇടി എന്നൊക്കെ പറയുമ്പോഴത്തേനും നമുക്കറിയാം. പക്ഷേ ഇത് എന്താ പറയുന്നത്, നമുക്ക് ആ ഒരു കിട്ടേണ്ട ഒരു പഞ്ചില്ലേ, അത് കിട്ടുന്നില്ല. രവി ബാസുറിൻ്റെ മ്യൂസിക്കൊക്കെ വേറെ ഇതിലേക്ക് പോകുന്നു, പെപ്പയും ഫൈറ്റ് ചെയ്ത് ഈ ഒരു വഴിക്ക് പോകുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സംഭവം മൊത്തം നടന്നിരിക്കുന്നത്. ഡയലോഗ്സ് പറയുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് സുനിലും ജഗദീഷ് സാർ, ഇവർക്ക് 2 പേർക്കുമാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഉള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ കൂടിപ്പോയൊരു 10 ഡയലോഗ്സ് ഒക്കെ പറയും. പിന്നെ ഡയലോഗ്സ് ഇല്ലാത്ത 2 പേരുണ്ട്. അതൊരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ഫാഴ്ത്തുള്ള പുള്ളിയുണ്ട്. പുള്ളി ഒരു 4 സീൻ ലൈലയിൽ വന്നും പോകുന്നുണ്ട്. പുള്ളിക്കാരുടെ ഡയലോഗ്സും ഇല്ല. മൊത്തത്തിൽ ഇത് മാർക്കോയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പിന്നെ നിൽക്കരുത്. കാരണം മാർക്കോയുടെ ഇൻ്റർവെൽ സീൻ കിട്ടിയ കയ്യടി പോലും ഇതിൻ്റെ ഈ പടം ഹോൾ മൊത്തത്തിൽ കിട്ടിയിട്ടില്ല. മികായൽ എന്ന് പറയുന്ന ഒരു ആവറേജ് സിനിമയ്ക്കകത്തു നിന്ന് മാർക്കോ പോലുള്ളൊരു ക്യാരക്ടർ എടുത്ത് ഒരു കിടിലം പടമാക്കി എടുത്തല്ലോ. അതേപോലെ തന്നെ ഈ പടത്തിൻ്റെ അകത്തുനിന്നും ലാസ്റ്റ് വന്ന ക്യാരക്ടർ പിന്നെ അവസാനം അനൗൺസ് ചെയ്തു. ഈ 2 സാധനങ്ങളും സെപ്പറേറ്റ് ചെയ്ത് അത്യാവശ്യം കിടിലാക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, പാനിന്ത്യൻ എന്ന് പറയുന്നില്ല, 2-3 സ്റ്റേറ്റ് കയ്യടി കിട്ടാനുള്ള സാധനങ്ങൾ നമുക്ക് അതിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റും. ഈ സിനിമ എനിക്കൊരു ആവറേജ്, ബിലോ ആവറേജ് എക്സ്പീരിയൻസ്, അത്രേ എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാനുള്ളൂ.